2027 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം BJPക്ക് പ്രതികൂലമായാൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഏറി വരും. BJPയുടെ ഇപ്പോഴത്തെ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് ബീഹാറിലും ബംഗാളിലും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ ആദ്യമായി മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചെടുത്തതിന്റെ അഹങ്കാരമുണ്ട്, ഹുങ്കുണ്ട്. വാസ്തവത്തിൽ SIR നടപടിയിലൂടെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് വലിയ അട്ടിമറി നടത്തി തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ഇലക്ടറൽ ലിസ്റ്റിൽ വ്യാപകമായ ക്രമക്കേടുണ്ടാക്കി BJP അവിടെ അധികാരത്തിൽ കയറിയത്. ഇത് തടയാൻ താൽക്കാലികമായി പ്രതിപക്ഷത്തിന് ശക്തിയില്ല എന്ന് കരുതി BJP ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോ ഓർക്കാൻ പുറത്ത് കിട്ടിയ ഈ അടി, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാകട്ടെ വലിയ തോതിലുള്ള ജൻസി പ്രക്ഷോഭം നരേന്ദ്രമോദിക്ക് അറിയാത്തൊരു കാര്യമല്ല. തൊട്ടയൽ രാജ്യങ്ങളിൽ ജൻസി പ്രക്ഷോഭം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, അവിടുത്തെ അധികാര കസേരയിൽ ഇരുന്നവർ നാടുവിടേണ്ട അവസ്ഥ ഉണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് ഈ ഭരണം, അതായത് BJPയുടെ ഭരണം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ RSS നേരിട്ടിറങ്ങും എന്ന ഭീഷണി പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ കേന്ദ്ര ഹ്യൂമൻ റിസോഴ്സ് വകുപ്പ്, അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന പ്രഹ്ലാദ് ജോഷി എന്ന RSSകാരൻ മുനവെച്ച രീതിയിൽ ഒരു ഡയലോഗ് അടിക്കുകയാണ്. RSS ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്ന കലാപകാരികളെ നേരിടാൻ സുസജ്ജമാണ് എന്ന തരത്തിൽ. പക്ഷെ ഈ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന ആളുകളിൽ പെട്ട പലരും പഴയ RSSകാരുമായി ബന്ധമുള്ളവർ, അല്ലെങ്കിൽ അവിടുത്തെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ ഒക്കെയാണ്. എഴുത്തുകാരിയായ അരുന്ധതി റോയ് പറഞ്ഞൊരു കാര്യമുണ്ട്. നരേന്ദ്രമോദിയെ അധികാരത്തിലേറ്റാൻ രാപ്പകലോളം പണിയെടുത്ത പല പ്രവർത്തകരുടെയും മക്കൾ ഇന്ന് ഈ ജൻസി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. 2014 മുമ്പ് ഇന്ത്യ ചിന്തിച്ചതുപോലെ അല്ല 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ചിന്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മോദി മനസ്സിലാക്കുന്നില്ല. നീണ്ട വ്യാഴവട്ടക്കാലം, ഈ 12 കൊല്ലത്തിലധികം കാലം ഞെളിഞ്ഞ അധികാരത്തിലിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയിൽ നടത്തിയ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ഒരു നേർരേഖ പരിശോധിക്കുമ്പോൾ തങ്ങൾക്ക് മനസ്സിലാകുന്നു പമ്പര വിഡ്ഢിത്തമായി പോയി. ഇയാളെ പോലൊരാളെ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനം ഏൽപ്പിച്ചത് എന്ന യാഥാർത്ഥ്യ ബോധത്തോടെയാണ് ഈ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും ദിവസേന കഴിഞ്ഞുകൂടുന്നത് എന്നതാണ്. അവർക്ക് പശ്ചാത്താപമുണ്ട്, അവർക്ക് തെറ്റ് തിരുത്തണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് തെറ്റ് തിരുത്താൻ ഒരു അവസരം, ഒരു കോമൺ പ്ലാറ്റ്ഫോം ഒരുങ്ങിയിരിക്കുന്നു.